നോക്കിയോളൂ. റീഡ് ദ അസർഷൻ ആൻഡ് ഇറ്റ്സ് റീസൺ, ഫൈൻഡ് ഔട്ട് ദ ആപ്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ. അതായത് നമുക്കിവിടെ അസർഷനും ഒരു റീസണും തന്നിട്ടുണ്ട്, ഒരു പ്രസ്താവനയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാരണവും അല്ലേ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്നിട്ട് താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവനയും കാരണവും വായിച്ച് നമ്മൾ ആ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അസർഷൻ ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് അസോസിയേഷൻ ഫോംഡ് അറ്റ് നാഷണൽ ലെവൽ റെപ്രസെൻറ്റിംഗ് ദ ഹോൾ നേഷൻ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യത്തെ നാഷണൽ ലെവൽ അല്ലെ ദേശീയ തലത്തിലുള്ളതും രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള ഒരു സംഘടനയായി കണക്കാക്കുന്നു. അസർഷൻ എന്ന് പറയുന്നത് അതാണ് അസർഷൻ അല്ലെങ്കിൽ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി റീസൺ കൊടുത്തിട്ടുണ്ട്. എന്താണ് റീസൺ? Activities of all other organizations formed before its formation were confined to certain provinces and territories. അതായത് അതിനു മുമ്പ് രൂപീകരിച്ച എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഏതാനും ചില ടെറിട്ടറീസിൽ, ഏതാനും ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലുമായി ഒതുങ്ങി നിന്നു. ഏതെങ്കിലും ചില ടെറിട്ടറീസിലോ പ്രൊവിൻസിലോ അല്ലെ പ്രവിശ്യകളിലും പ്രദേശങ്ങളിലുമായി ഒതുങ്ങി നിന്നു. അതാണ് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, നമുക്ക് തന്നിട്ടുള്ള അസർഷൻ കറക്റ്റ് ആണോ? അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC ആണ് ആദ്യത്തെ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പിന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ അടുത്ത റീസൺ, എൻ്റെ റീസൺ എന്താണ്? അതിനു മുമ്പ് പല സംഘടനകളുണ്ടായിരുന്നു, പക്ഷെ അവയൊക്കെ പ്രാദേശികമായിട്ടുള്ളതായിരുന്നു അല്ലേ, ഏതെങ്കിലും ഒരു പ്രൊവിൻസിലോ ഏതെങ്കിലും ഒരു പ്രദേശത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള അസർഷനും റീസണും പ്രസ്താവനയും കാരണവും എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ അസർഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ് ആണോ? അല്ല. അസർഷൻ ഈസ് റോങ് ബട്ട് റീസൺ ഈസ് കറക്റ്റ് ആണോ? അല്ല. അസർഷനും റീസണും എന്താണ്? കറക്റ്റ് ആണ്. അപ്പോൾ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ റോങ്. അസർഷനും റീസണും റോങ് ആണെന്ന് ആണോ? അല്ല. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. അസർഷനും റീസണും കറക്റ്റ് ആണെന്ന്, അത് ശരിയാണോ? കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ് എന്നുള്ളത്. അടുത്തത് റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു രാജാറാം മോഹൻ റോയ്, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് നമ്മൾ കണ്ടുപിടിക്കണം. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത്, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി. സതി നിരോധിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു ആണോ? ശരിയാണ് അല്ലേ? ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ ഇതല്ല. രണ്ടാമത്തത്, ഹി ഫോംഡ് ആൻ ഓർഗനൈസേഷൻ നെയ്മഡ് സത്യശോധക് സമാജ് ഫോർ സോഷ്യൽ റിഫോർമേഷൻ. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജ് ആണോ? അല്ല. അദ്ദേഹം ബ്രഹ്മ സമാജാണ് സ്ഥാപിച്ചത്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് അല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആരാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്? ജ്യോതിബ ഫുലെ ആണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റുഡ് അഗൈൻസ്റ്റ് ഐഡോലട്രി ആൻഡ് പൊളിറ്റിസം അല്ലെ. ഐഡോലട്രി ആൻഡ് പൊളിറ്റിസം എന്ന് വെച്ചാൽ വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ അദ്ദേഹം നിലകൊണ്ടു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഡി നോക്കിയോളൂ. A shelter called Sharda Sadan was started for the rehabilitation of widows. വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അല്ലെ, റീഹാബിലിറ്റേഷൻ ഓഫ് വിഡോസ്, അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ശാരദാ സദൻ എന്ന അഭയകേന്ദ്രം, ഒരു ഷെൽട്ടർ ഹോം സ്ഥാപിച്ചു. ശരിയാണോ? വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? അത് പണ്ഡിത രമാഭായി ആണ്. അത് രാജാറാം മോഹൻ റോയായിട്ട് ബന്ധമില്ല. അപ്പം നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പം നമുക്കിവിടെ കിട്ടിയത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്, മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്, നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പം 1ഉം 3ഉം ശരി, 2ഉം 4ഉം തെറ്റ്. ഇങ്ങനൊരു ആൻസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഓപ്ഷൻസ് നോക്കോളൂ. 1 and 2 ആർ കറക്റ്റ് ആണോ? അല്ല, ആ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത 2 and 3 ആർ കറക്റ്റ് ആണോ? അല്ല, അതും തെറ്റാണ്. അടുത്തത് 1 and 3 ആർ കറക്റ്റ് ആണോ? ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. 1 and 3 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് ഓഫ് ആര്യ മഹിളാ സമാജ്? ആര്യ മഹിളാ സമാജം എന്ന സംഘടനയുടെ ചരിത്രപരമായ പ്രാധാന്യം, ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത്. താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത്, ഇറ്റ് വാസ് എ സോഷ്യൽ റീഫോം മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി തുടങ്ങി വെച്ച ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആര്യ മഹിളാ സമാജം ആണോ? അല്ല. അപ്പോൾ എ തെറ്റാണ്. ബി, ഇറ്റ് വാസ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആണോ? അല്ല. അടുത്ത മൂന്നാമത്തത്, ഇറ്റ് വാസ് ആൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ പണ്ഡിത രമാബായി ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് വിഡോസ് ആൻഡ് ഗേൾസ്.
പണ്ഡിത രമാബായി വിഡോസ് വിധവകൾക്കും ഗേൾസ് പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഫോർ എഡ്യൂക്കേഷൻ അല്ലേ വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച സംഘടനയാണ്. ശരിയാണോ? ശരിയാണ്. സി ശരിയാണ് അല്ലേ. അടുത്ത ഡി, ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഫോംഡ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ട ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. അതും തെറ്റ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഒരേ ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? സി. പണ്ഡിത രമാബായി സ്ഥാപിച്ച, ആർക്ക് വേണ്ടിയിട്ട്? വിഡോസിനും ഗേൾസിനും വിധവകൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് ആരംഭിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച ഒരു സംഘടനയാണ് ഏത്? ഈ ആര്യ മഹിളാ സമാജ് എന്ന് പറയുന്നത്. അപ്പം സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്തത്, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഹോം റൂൾ ലീഗ്. ഈ ഹോം റൂൾ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തണം. ഒന്നാമത്തത്, ദ ഹോം റൂൾ ലീഗ് ഹെൽംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആനി ബസന്റ് ആൻഡ് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിൻ്റെയും ആനി ബസന്റിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത്. ശരിയാണോ? ശരിയാണ് അല്ലേ. ആനി ബസന്റും ബാലഗംഗാധര തിലകിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഹോം റൂൾ ലീഗ് ആരംഭിച്ചതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്നാമത് ശരിയാണ്, തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്, ദ എയിം ഓഫ് ദിസ് ഓർഗനൈസേഷൻ വാസ് ഹോം റൂൾ ഓർ സെൽഫ് ഗവൺമെൻറ്. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം ഭരണം അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് എന്നതായിരുന്നു. ഹോം റൂൾ എന്ന് വെച്ചാൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ് മീനിങ് അല്ലേ. ഹോം റൂൾ അല്ലെങ്കിൽ സെൽഫ് ഗവൺമെൻറ് എന്നതായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ ബി ഓപ്ഷനും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മൂന്നാമത്തത്, realizing that home rule league's activities were a threat to British supremacy, the government arrested and imprisoned Annie Besant. ബ്രിട്ടീഷുകാർക്ക് ഈ പ്രസ്ഥാനം ഒരു ഭീഷണിയാണ് എന്ന് മനസ്സിലായപ്പോൾ സർക്കാർ എന്ത് ചെയ്തു? ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ശരിയാണോ? ശരിയാണ് അല്ലേ. അടുത്ത നാലാമത്തത്, ഹോം റൂൾ മൂവ്മെൻറ്റ് വാസ് ഓർഗനൈസ്ഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ഈ പ്രസ്ഥാനം ആരംഭിച്ചത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്താണ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്തായിരുന്നു എന്ന്. ആണോ? അല്ല. അപ്പം ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ്. അപ്പം സവിശേഷതയിൽ പെടാത്തതാണ് കണ്ടെത്താനുള്ളത്. അപ്പം ഡി ആണ് ഇതിൻ്റെ സവിശേഷതയിൽ പെടാത്തത്. അപ്പം ആൻസർ ഡി. നെക്സ്റ്റ്, പീപ്പിൾ ആൾസോ ഗാദേർഡ് ഇൻ ദ സ്ട്രീറ്റ്സ് സിംഗിങ് ദ പാട്രിയോട്ടിക് സോങ് അമർ സോന ബംഗ്ല കമ്പോസ്ഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ. അതായത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ടു വിച്ച് ഹിസ്റ്റോറിക് ഈവൻറ്റ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഏത് ഹിസ്റ്റോറിക് ഈവൻറ്റുമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ഹോം റൂൾ ലീഗ് ആണോ, അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണോ, ഇൻഡിഗോ റിവോൾട്ട് എന്ന് വെച്ചാൽ നമ്മുടെ നീലം കർഷക കലാപമാണോ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് വെച്ചാൽ ബംഗാൾ വിഭജനം, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ എന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആൻസർ എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലേ. ബംഗാളിൻ്റെ വിഭജന സമയത്താണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ വിഭജനം. നെക്സ്റ്റ്, ഫൈൻഡ് ദ മിസ്മാച്ചിങ് പെയർ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ മിസ്മാച്ചിങ് ആയിട്ടുള്ള പെയർ ഏതെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തത് പ്രാർത്ഥനാ സമാജ്. പ്രാർത്ഥനാ സമാജിൻ്റെ ആളാരാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളത് ആത്മാറാം പാണ്ഡുരംഗ് എന്നാണ്. കറക്റ്റാണോ? കറക്റ്റാണ് അല്ലേ. അടുത്തത് ആര്യ സമാജ്, സ്വാമി വിവേകാനന്ദ് ആണോ? ആര്യ സമാജം സ്വാമി വിവേകാനന്ദനാണോ? അത് തെറ്റാണല്ലേ. ആര്യ സമാജ് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. അടുത്തത് ഹിതകാരിണി സമാജ് വീരേശലിംഗം പന്തലു ആണോ? ആണ് അല്ലേ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, അത് ശരിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ട് ആണോ? ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ടാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആര്യ സമാജം സ്വാമി വിവേകാനന്ദ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി. അടുത്ത നോക്കിയാലോ, എമംഗ് ദ മോഡറേറ്റ് ലീഡേഴ്സ് ഓഫ് INC ഗിവൺ വൺ ഈസ് ഇൻകറക്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ കുറേ മോഡറേറ്റ് ലീഡേഴ്സിൻ്റെ പേരാണ് തന്നിട്ടുള്ളത്. അതിൽ ഒരാൾ ഈ മോഡറേറ്റ് ലീഡേഴ്സിൽ പെടാത്തതാണ്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. നോക്കിയോളൂ, തന്നിട്ടുള്ള ലീഡേഴ്സിൻ്റെ പേര് ഫിറോസ് ഷാ മേത്ത. ആരാണ്? അത് മോഡറേറ്റ് ലീഡറിൽ പെടുന്ന ആളാണ് അല്ലേ. ഗോപാലകൃഷ്ണ ഗോഖലെ ആണോ? അദ്ദേഹവും മോഡറേറ്റ് ലീഡേഴ്സിൽ പെടുന്ന ഒരാളാണ്. അടുത്തത് ബിപിൻ ചന്ദ്രപാൽ. ബിപിൻ ചന്ദ്രപാൽ ആരാണ്? മോഡറേറ്റ്സിൽ പെടുന്ന ആരാണോ? ലാൽ ബാൽ പാലാണ് എക്സ്ട്രീമിസ്റ്റിൽ വരുന്നത് അല്ലേ. തീവ്ര ദേശീയവാദികളിൽ വരുന്നത് ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. അപ്പോൾ ബിപിൻ ചന്ദ്രപാൽ ഇതിൽ വരില്ല അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്രപാൽ. അടുത്ത ആൾ ദാദാഭായ് നവറോജി. അദ്ദേഹം മോഡറേറ്റ്സിൽ വരുന്ന ആളാണ്, അല്ലെങ്കിൽ മിതവാദി നേതാക്കന്മാരിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബിപിൻ ചന്ദ്രപാൽ. അടുത്തത്, നെയിം ദ ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ വി രാമസ്വാമി നായ്ക്കർ. വി രാമസ്വാമി നായ്ക്കറുടെ ഓർഗനൈസേഷൻ, അദ്ദേഹം ഫൗണ്ട് ചെയ്ത ഓർഗനൈസേഷൻ ഏതാണ്? വി രാമസ്വാമി നായ്ക്കർ സ്ഥാപിച്ച സംഘടന ഹിതകാരിണി സമാജാണോ? അല്ല. സാധുജന പരിപാലന സംഘമാണോ? അല്ല. സ്വാഭിമാന പ്രസ്ഥാനമാണോ? ആണ്. അപ്പോൾ എന്താണ്? സ്വാഭിമാന പ്രസ്ഥാനം. വി രാമസ്വാമി നായ്ക്കറുടെ സംഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്വാഭിമാന പ്രസ്ഥാനം.